അല്ല സഖാവേ, 5-8 വർഷമായിട്ടേ നിങ്ങൾ സമരം ചെയ്യാനൊക്കെ മറന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ സമരം ചെയ്യണോലെ നിങ്ങൾ ഈ പുച്ഛിക്കണത് എന്തിനാ? അതിന് ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളെല്ലാതും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആശാ വർക്കർമാർ പറയണമെന്ന് ഈ കേട്ടില്ലേ, 250 രൂപ തേച്ച് കിട്ടണില്ല എത്ര ഒരു ദിവസം? 700 രൂപ ദിവസത്തെ മിനിമം കൂലി എന്ന് പറയുന്നത് അതങ്ങനെ കിട്ടാതെ ഞങ്ങൾ വെറും 232 രൂപയ്ക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ അതിനെന്ത് സമര? അവർക്കുണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കയുടെ അടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. ഞങ്ങൾ എളമരം സഖാവ് കണ്ട സമരത്തിന്റെ അത്ര സമരമൊന്നും ഇവർ കണ്ടിട്ടില്ലല്ലോ. സഖാവ് കൊടുത്തുക്കണു ഇവർക്കൊക്കെ ഉള്ള മറുപടി. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ മാത്രം സമരം ചെയ്യുന്ന സംഘടന മാത്രമല്ലേ സംഘടനയായിട്ട് കൂട്ടുള്ളൂ അല്ലേ? ഇവിടെ കമ്മ്യൂണിസത്തിനും മാർക്സിസത്തിനും ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് RPM-ലൂടെ മാത്രമേ തൽക്കാലം ലോകം അറിയൂ. കേട്ടില്ലേ, അതാണ് ഞങ്ങളുടെ രീതി. ന്യായത്തിനുള്ള സമരത്തിന് ഞങ്ങളെ പാർട്ടിക്കാരെ ഇറങ്ങുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി രോഗികളുണ്ട്, അവർ പ്രായം ചെന്നവരുമുണ്ട്. അവരിങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ന്യായമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂല അല്ലേ? ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. സമരവും സമര നേതൃത്വം കൊടുക്കുന്നവരും നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതങ്ങൾ അടുത്ത പരിപാടി. ഇതിന്റെ പിന്നില് വേറെ ആരൊക്കെയാണ് എന്ന് വരുത്തി തീർക്കുക. നമ്പർ 1 അതിൽ SDPI ഉണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിൽ SUCI ഉണ്ട്. അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാദികളായ നിരവധി ആളുകളുണ്ട്. ഇത്രയും ദിവസം ഇതെന്താ പറയാത്തതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റായി. അതിനിതൊന്നും ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞങ്ങളിവിടെ 1600 രൂപ പെൻഷൻ കൊടുക്കണില്ലേ? എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ പറ്റൂല. അപ്പം തുടങ്ങി പെൻഷന്റെ കാര്യം. പെൻഷൻ കൊടുക്കുന്നുണ്ട് വിചാരിച്ച് ഇവർ പറയുന്ന കാര്യം കൂടെ സർക്കാർ കേൾക്കണ്ടേ? 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണല്ലോ ഞങ്ങൾ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വർദ്ധിപ്പിച്ചായിരുന്നു 21,000 എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിക്കണം. ഇതൊക്കെ കേട്ടാൽ നിങ്ങളെ നേതാക്കൾക്ക് ദഹിക്കുമോ? സമരത്തെ കൂടെ വന്ന നേതാക്കൾ അത്രേ. ഇപ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടോന്ന് തന്നെ അറിയില്ല. അവർക്ക് യോജിച്ച് നിന്ന് സമരം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ 23 ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുള്ളത്. ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. ഞങ്ങൾ ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല. ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്, നമുക്ക് കൂട്ടായി ചെയ്തൂടെ, ഒറ്റക്ക് എന്ത് നേടാനാണ് ഇവിടെ? കേട്ടില്ലേ, ഞങ്ങളോടിത് വന്ന് പറഞ്ഞാൽ ഇത് സമരത്തിനൊന്നും ഇറങ്ങാത്ത രീതിയിൽ ഞങ്ങളിത് തീർക്കൂലേ? അതല്ല ഇപ്പൊ കരീം സഖാവ് പറഞ്ഞത്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു സമരവും ചെയ്യാൻ പറ്റൂലേ? അതിന് ഈ സമരം ചെയ്യേണ്ടത് ഇവിടെ അല്ലല്ലോ, ഡൽഹി പോയിട്ട് സമരം ചെയ്യട്ടെ. മന്ത്രിയും കൂടെ പോവാന്ന് പറഞ്ഞല്ലോ. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെന്റീവ്സിന്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെന്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. പാവങ്ങള്. ഒന്നുമില്ലെങ്കിൽ ആ കൊറോണ സമയത്തൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. അല്ല, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്തിക്കണു. ഇനി കേന്ദ്രത്തിൽ നിന്നും കുറച്ചൊക്കെ ചെയ്യട്ടെ. അല്ല, കേന്ദ്രത്തിന്റെ ഒരാളവിടെ പോയിന്നല്ലോ. പോയിട്ട് കണ്ടില്ലേ, 2 സ്റ്റെപ്പ് ഇട്ട് പോന്നിക്കണ്. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, ആ പാവങ്ങളൊന്ന് കളിയാക്കാതെ ഇരുന്നാ മതി. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. നമ്പർ 1 സമരത്തിനോട് പുച്ഛം, പിരിവിനോട് പുച്ഛം, ഇതൊക്കെ ആരാ പറയണതെന്നൊന്ന് ഓർക്കണത് നല്ലതായിട്ടില്ലേ? അല്ല, ഇവിടെ പൈൻ മാത്രം എന്താ ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങൾ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ തളച്ച വെള്ളം ഒരൊറ്റ ഒഴിക്കൽ അങ്ങോട്ട് ഒഴിക്കട്ടോ. എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു പെൻഷൻ. ഈ ജോലിക്ക് പോണവരെ കാര്യം ഇപ്പം പറഞ്ഞേ, പെൻഷൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. സമരക്കാരുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും 3ാമതും LDF വരുന്ന് ബാലൻ സഖാവ് തീരുമാനിച്ചിരിക്കണം.